ഫ്രണ്ട്സ്, വിക്രമിൻ്റെയും വേദയുടെയും ഒരു പുതുപുത്തൻ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വിക്രം വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കായിട്ട് വേദ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ വെരി ഗുഡ്, എന്തു പറ്റി ഹസ്ബൻഡ് പെട്ടെന്ന് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയല്ലോ? ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ഇവളോട് മറുപടി പറയാൻ നിന്നാൽ ശരിയാവില്ല, ഇന്ന് ഞാൻ വാ തുറക്കില്ലടി എന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ വിക്രം. പിന്നെന്താ, മൗനവ്രതം വല്ലമാണോ? ഇതുപോലെ നീ 100 പുഷപ്പ് അടിക്കുമോ? ഞാൻ നിന്റെ മുതുകിൽ കയറിയിരിക്കുക. അപ്പോൾ നീ ഒരു 10 പുഷപ്പ് എടുത്താൽ മതി, നിന്റെ ഹെൽത്തൊക്കെ നല്ല ഉഷാറാവും. എന്താ ആലോചിക്കുന്നു? ഞാൻ വന്ന് നിന്റെ മുതുകിലിരിക്കട്ടെ എന്ന് വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിക്രമിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നിനക്കേ വന്നിരിക്കാനേ എൻ്റെ മുതുകെ കിട്ടിയുള്ളൂ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, അപ്പോൾ ഒരിക്കൽ നീ എന്നെ മുതുകിലിരുത്തി ഓടിയില്ലേ? അപ്പോൾ എന്താ ഹസ്ബൻഡ് അങ്ങനെ തോന്നാതിരുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് വേദ. അതെ, എൻ്റെ മോശ സമയമാടി നിന്നെ തോളിലിരുത്തി ഓടേണ്ടി വന്നതെന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ. വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും കഥ നീ കേട്ടിട്ടുണ്ടോ? നിനക്കേ ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം. വിക്രമാദിത്യൻ വേതാളത്തെ തിരക്കി ചുടുകാട്ടിലേക്ക് പോയി മരത്തിൽ കയറി വേതാളത്തെ പിടിച്ച് മുതുകിലിരുത്തിക്കൊണ്ട് താഴെ ഇറക്കി. വേതാളം ഒരു ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലേ അവൻ വിക്രമാദിത്യന്റെ തലയടിച്ചു പൊളിക്കും. അതൊക്കെ നിനക്കറിയോ ഹസ്ബൻഡ് എന്ന് ചോദിക്കുന്നുണ്ട് വേദ. ഇപ്പൊ എന്തിനാ കഥയൊക്കെ നീ എന്നോട് ചോദിക്കുന്നതെന്ന് വിക്രം പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ നീയാണ് വിക്രമാദിത്യ രാജാവ്, ഞാനാണ് വേതാളം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ വേദ. ഇപ്പൊ നീ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നത്? എനിക്ക് സത്യമായിട്ടും ചിരിയൊന്നും വരുന്നില്ല എന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ. നീ എന്നെ മുതുകിലിരുത്തി ഓടുന്ന രംഗം ആലോചിക്കുമ്പോഴേ എനിക്ക് ചിരി വരുന്നുണ്ടെന്ന് വേദ പറയുമ്പോ, നിനക്ക് ചിരി വരും, ഞാൻ രാജാവാണെന്ന് എനിക്കറിയാടി, പക്ഷെ നീയേ വേതാളമൊന്നുമല്ല എന്ന് വിക്രം മറുപടി കൊടുക്കുകയാണ്. എപ്പോ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയോ അപ്പോൾ മുതൽ നീ എന്നെ മുതുകിൽ ചുമക്കാൻ തുടങ്ങി. ഇനി ലൈഫ് ലോങ് ആയിട്ട് നീ എന്നെ ചുമന്നേ മതിയാകൂ. ഞാൻ എന്നെ വേതാളത്തെ തുരുത്തി ഓടിക്കാൻ നീ ഒരുപാട് ശ്രമിച്ചതല്ലേ, എന്നിട്ട് നിനക്കതിന് സാധിച്ചോ? ഇല്ലല്ലോ. അതാണ് ഈ വേദ. ഞാനേ ഒരു ചോദ്യം നിന്നോട് ചോദിക്കാം, നിനക്ക് ഉത്തരം അറിയാമെങ്കിൽ നീ പറഞ്ഞോ, ആൻസർ അറിയില്ലെങ്കിൽ ഞാൻ എന്ന വേതാളത്തെ നിന്റെ മുതുകിൽ കയറ്റി തന്നെ ഇരുത്തണം എന്ന് പറയാണ് കേട്ടോ വേദ. ഞാൻ സ്കൂളിൽ മലയാളത്തിൽ ഫസ്റ്റ് റാങ്ക് ആടി, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുമെന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ. ശരി, ഞാനൊരു പാട്ട് പാടാം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നീ കറക്റ്റായിട്ട് പറയണം എന്ന് വേദ പറയുമ്പോഴേക്കും, പാട്ടോ? അത് നീ പാടുമെന്നോ? പാടി തുലയ്ക്ക് എന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് വേദ ഒരു നല്ല പാട്ട് പാടുന്നുണ്ട്. പക്ഷെ ആ പാട്ട് കേട്ടിട്ട് വിക്രമിൻ്റെ അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. ആൻസർ പറയടാ ഭർത്താവേ, അത് പറയാതെ നിന്നെ ഞാൻ പോകാൻ വിടില്ല എന്ന് പറഞ്ഞ് വേദ അവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, എഞ്ചിനീയറിംഗിലാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാനതിന് കറക്റ്റായിട്ട് ആൻസർ പറയാം. ഇതൊരു പാട്ടാണോ എന്ന് പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ കറക്റ്റായിട്ട് ആൻസർ പറയൂ. എന്താ സ്കൂളിൽ ഫസ്റ്റ് ആണെന്നൊക്കെ സ്റ്റേജിൽ ഫസ്റ്റ് ആണെന്നോ ഒക്കെ വീമ്പ് പറയുന്നത് കേട്ടിട്ട് എന്താ ഭർത്താവേ, അപ്പോൾ അതൊക്കെ നുണയായിരുന്നു എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ വേദ. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോകും എന്ന് പറഞ്ഞ് വിക്രം നടക്കുകയാണ് കേട്ടോ. പക്ഷെ വേദ മുന്നിൽ വന്ന് നിന്ന് അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. വെയിറ്റ്, ആൻസർ അറിയില്ലെങ്കിൽ നീ എന്നെ മുതുകിലിരുത്തി 2 തവണ പടി കയറി ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ വേദ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതൊക്കെ റോഡിൽ ചെവിയിൽ പൂ വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, എന്നെ അതിന് കിട്ടില്ല, നീ മാറി നിൽക്കടി എന്ന് പറഞ്ഞ് വിക്രം നടക്കുകയാണ് കേട്ടോ. തോറ്റുപോയ ശിക്ഷ വേണം, ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടി, നീ വിക്രമാദിത്യനായി മാറിക്കഴിഞ്ഞു, ഞാൻ വേതാളവുമായി മാറിക്കഴിഞ്ഞു. ഭാര്യയെ ചുമന്ന് 2 സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറയുക ഞാൻ. അത് നീ ചുമ്മാ ഇരുന്ന് ഓർക്കണ്ട, വേതാളം ചുമ്മാ ഇതൊന്നും വിടാൻ പോകുന്നില്ല, നീ നോക്കിക്കോ എന്ന് വേദ പറയുമ്പോഴേക്കും, നീ എന്ത് ചെയ്യുമടി? പറയാൻ എന്ത് ചെയ്യും? അങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ നിൽക്കുമല്ലേ, അപ്പോൾ ഓടി വന്ന് ഞാൻ നിങ്ങളുടെ മുതുകിൽ ചാടിക്കയറും, പിന്നെ ഇറങ്ങില്ല എന്ന് വേദയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മേലിൽ കയറുമ്പോൾ ഞാൻ അത് കണ്ടിട്ട് ചുമ്മാ ഇരിക്കുകയല്ലേ, നിന്നെ കൊല്ലും ഞാൻ എന്ന് പറയുന്നുണ്ട് വിക്രം.
അങ്ങനെയാണെങ്കിലേ ഞാൻ ഇപ്പോൾ തന്നെ കയറും എന്ന് പറഞ്ഞ് വേദ വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അതുകൊണ്ട് വിക്രം ആകെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരും ഇരിക്കുമ്പോൾ വിക്രം വേദയെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് വേദ തൻ്റെ മുതുകിലെങ്ങാനും കയറുമോ, എൻ്റെ മാനം പോകുമെന്ന് മനസ്സിൽ പറയുന്നുണ്ട് വിക്രം. നേരെ നോക്കാതെ വേദയെ നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് കയറി നടക്കുകയാണ് കേട്ടോ വിക്രം. ഞാൻ ഉറപ്പായും വന്ന് കയറുമെന്ന് വേദ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അത് കണ്ട് ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിക്കാതെ നിന്ന് കഴിക്കുകയാണ് വിക്രം. പോകാൻ നേരം വേദ തൻ്റെ മുതുകിൽ ചാടി കയറുന്ന രംഗം വിക്രം സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. ഇറങ്ങടി അവളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിക്രം നിലവിളിക്കുകയാണ്. മുതുകിലൊന്ന് തൊട്ടു നോക്കിയപ്പോൾ വേദ അവിടെ ഇല്ലെന്നും മുൻപിൽ നിൽക്കുകയാണെന്നും വിക്രമിന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് വീട്ടുകാരൊക്കെ ഓടിയെത്തിയാണ്. എന്താ നിനക്ക് വട്ടുപിടിച്ചോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ, ഒരു വട്ടുപിടിച്ചവളെ ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയല്ലേ, അപ്പോൾ എനിക്കും വട്ടുപിടിക്കില്ലേ എന്ന് വിക്രം പറയുമ്പോഴേക്കും അതൊക്കെ കണ്ട് വിക്രമിനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.